ഒരുപാട് സ്ഥാപനങ്ങൾ ഞാൻ തുടങ്ങി. ഒന്ന് പൊട്ടുമ്പോ അടുത്തേൽ രക്ഷപ്പെടാന്ന് കരുതി. പക്ഷെ എല്ലാം പൊട്ടി. ഈ സീൻ മൂവിയിൽ കാണുന്ന സമയത്ത് എല്ലാവർക്കും ഒരു കോമഡി പോലെ ആയിരിക്കും അല്ലേ ഫീൽ ചെയ്യുന്നത്. എന്നാൽ ബിസിനസ്സിൽ പലരുടെയും അവസ്ഥ ഇതാണ്. ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ധാരണയില്ലെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾക്കും നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് കമ്പനി ആയിട്ടാണോ, LLP ആയിട്ടാണോ, അതോ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിട്ടാണോ, പാർട്ണർഷിപ്പ് ആയിട്ടാണോ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നാണ് പലരുടെയും സംശയം. നിങ്ങളുടെ ബിസിനസ് ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഒരു ലാർജ് വോളിയം ഓഫ് ബിസിനസ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷൻ നിയർ ഫ്യൂച്ചറിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനി ആയിട്ടോ LLP ആയിട്ടോ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. സെയിൽസ് വോളിയം കൂട്ടാൻ നോക്കുന്ന സമയത്തും എക്സ്പാൻഷൻ പോകുമ്പോഴും തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമായിട്ട് വരും. ഇത്തരത്തിൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല ബിസിനസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അത് കമ്പനി ആയിട്ടോ LLP ആയിട്ടോ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും. ഇനി അതല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെറിയ ഒരു അധികം ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു സംരംഭമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാർട്ണർഷിപ്പോ പ്രൊപ്രൈറ്റർഷിപ്പോ ചൂസ് ചെയ്യാവുന്നതാണ്. തുടക്കത്തിൽ പാർട്ണർഷിപ്പോ പ്രൊപ്രൈറ്റർഷിപ്പോ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു എക്സ്പാൻഷൻ വരുന്ന സമയത്ത് അത് കമ്പനി ആയിട്ടോ LLP ആയിട്ടോ കൺവേർട്ട് ചെയ്യാമെന്നാണ് പലരും വിചാരിക്കാറ്. എന്നാൽ ഈ കൺവേർഷൻ എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഒരു ബിസിനസ് രജിസ്ട്രേഷൻ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് നിങ്ങളുടെ ടൈം ആൻഡ് എക്സ്പെൻസ് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും.